Hi friends, Assalamu alaikum. Bismi kitchenlotte എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മീൻ പൊരിച്ചതാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു സ്പെഷ്യൽ മസാല ആയിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതെ ഇതിനായിട്ട് ഇവിടെ 4 അയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 വെളുത്തുള്ളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ആ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം സവാള, വളരെ ചെറിയൊരു കഷ്ണം നമുക്ക് കാണാമല്ലോ. ഈ ഒരു ഇത്രയുള്ളൊരു കഷ്ണം സവാളയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. ഇതിലേക്ക് 1.25 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം, അതായത് നല്ല ജീരകം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടി കൂടി ചേർക്കാം. ഞാൻ 2 ടീസ്പൂൺ നിറച്ചാണ് മുളക് പൊടി എടുക്കുന്നത്. അപ്പൊ 4 അയിലയുടെ അളവിലാണ് ഞാൻ കറക്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളകിന്റെ പകുതി കൂടി ചേർക്കാം. എരിയില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കേട്ടോ. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവും ഉപ്പും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് അരമുറി നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അരമുറി നാരങ്ങ പിഴിയുമ്പോൾ അതിൽ കുരു പെടാതെ നോക്കണം കേട്ടോ. കുരു ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് പിഴിഞ്ഞ് ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അരയാൻ ആവശ്യമായ വെള്ളം കൂടി ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട്, അത് തേങ്ങയാണ്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മീൻ കൂടുതൽ എടുക്കുമ്പോൾ എല്ലാ ചേരുവയും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സഹായിക്കാൻ മറക്കരുത് കേട്ടോ. മടിയും കാണിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീൻ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അരവ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസിൽ വെള്ളം പോലെ അരവ് തയ്യാറാക്കരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരവ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ മീനിൽ തേച്ച് കഴിഞ്ഞാൽ മീനിൽ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലാതെ നമ്മൾ ലൂസിൽ ആക്കി കഴിഞ്ഞാൽ മീനിൽ അങ്ങോട്ട് അരവ് നന്നായി പിടിക്കില്ല. ഇത് ഇങ്ങനെ ഒന്ന് ഒഴുക്കം മട്ടിൽ അങ്ങനെ കിടക്കും. അപ്പം എപ്പോഴും മീനിൽ അരവ് തയ്യാറാക്കുമ്പോൾ വെള്ളം ഒരുപാടാകാതെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പൊടികൾ മാത്രം ഇട്ടിട്ടും അരവ് തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം അതേ മീനിന്റെ ആ സൈഡിലത്തെ എന്താ പറയുക ചെകളെ എന്തോന്ന് പറയില്ലേ, അതിന്റെ ഉള്ളിലെ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലെ കറുപ്പും അങ്ങനെയൊക്കെ എടുത്ത് കളയണം കേട്ടോ മീന് റെഡിയാക്കുന്ന സമയത്ത്, നന്നാക്കുന്ന സമയത്ത്. പിന്നെ അതേ മുഴുവനും അരവൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറാണിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. സമയം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ആ അരമണിക്കൂറെങ്കിലും വെക്കുന്ന സമയത്ത് അത് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ, അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതെ ഞാനിതൊരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇവിടെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 1 മണിക്കൂർ വെച്ചത് കൊണ്ട് പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആകണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെയാണ് വെക്കണമെങ്കിലും ഫ്രീസറിൽ വെക്കുക, നല്ല സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനും മറക്കരുത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കറിവേപ്പില കയ്യിൽ ഇല്ല, ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ ആ എണ്ണ ചൂടാകുമ്പോൾ അല്പം അരി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോറക്കുന്ന അരി ഇട്ട് കൊടുത്താൽ മതി, എന്നാലും ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ പാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നല്ലൊരു കറിവേപ്പിലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കറിവേപ്പില കയ്യിലില്ല കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2-3 അരിമണി ഇട്ട് കൊടുത്താലും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വാഴയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മീൻ പൊരിച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് പ്രധാനമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ ആരും ബോറടിക്കണ്ട കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിതേ ഒരു പാത്രത്തിലേക്ക് വാഴയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അയില മീൻ മാത്രം അല്ല, ഏതൊരു മീനും ഇതേപോലെ ഒരു മസാല തയ്യാറാക്കി റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.
നമസ്കാരം.